ഹായ് ഫ്രണ്ട്സ്, ആകാശസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കിച്ചണിൽ പയർ അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. 2-3 ദിവസമായിട്ടോ പയർ മേടിച്ചിട്ട് ലാസ്റ്റ് പയറെല്ലാം കേടാവാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ പയർ. അപ്പോൾ അച്ഛടുത്ത് പറഞ്ഞ് മേടിപ്പിച്ചിട്ട് പിന്നെ അത് പുളിപ്പിച്ച് കളഞ്ഞാൽ പുളി എന്നെ തെറിപ്പിക്കും കേട്ടോ. എന്തിനാ കാശ് കൊടുത്ത് മേടിച്ചിട്ട് വേസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് സത്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ മൂക്ക് 2 ദിവസം സുഖമില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഒന്നും വെക്കാൻ പറ്റാണ്ടായിപ്പോയി. മോക്ക് ഫിക്സ് വന്നിട്ട് 2-3 മാസം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊന്ന് സന്തോഷിച്ച് ഇനി വരില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മരുന്നൊക്കെ ഇത്തിരി കുറച്ചാണേ. അപ്പോൾ അവൾക്ക് ഇങ്ങനെ വന്നപ്പോൾ വല്ലാതെ ബേജാറായിപ്പോട്ടെ. അവൾക്ക് ഞാൻ TV കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് പയർ അരിഞ്ഞ് വെച്ച് അത് തോരൻ വെക്കാമല്ലോ, ഇല്ലെങ്കിൽ ഇന്ന് ഇത് വെച്ചില്ലെങ്കിൽ പിന്നെയും വേസ്റ്റ് ആകണ്ടോ, എല്ലാം കേടാവാൻ തുടങ്ങി. ഇതെന്താണെന്ന് ഇത് കയ്യുറ കേട്ടോ. ഇതില്ലാതെ ഞാൻ അരിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൈ ഞാനിപ്പോൾ കട്ട് ചെയ്തു ചോദിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ വല്ലാത്ത ബേജാറായി പോയി കേട്ടോ. മോൾക്ക് ഇങ്ങനെ വന്നപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി. അപ്പോൾ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് പുറത്ത് പോവുക എന്നുള്ളത്. ഇപ്പോൾ വാഷിംഗ് മെഷീൻ്റെ സൗണ്ട് കേൾക്കുന്നത് ഞാൻ പോയി ഓഫ് ആക്കിയിട്ട് വരട്ടെ. വാഷിംഗ് മെഷീൻ അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ അലാറം കേട്ടോ. അപ്പോൾ ഒരുപാട് നാളെ അവൾക്ക് സുഖമില്ലാണ്ട് വന്നിട്ട് അപ്പം നമ്മൾ വിചാരിച്ച് ഇനി മോൾക്ക് അത് വരില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് മരുന്നൊക്കെ നമ്മൾ കുറച്ചായിരുന്നു. അപ്പോൾ അതേ പിന്നെ വന്നപ്പോൾ ആകെ ബേജാറായപ്പോൾ ആകാശയുടെ അച്ഛൻ പറഞ്ഞ് വേണ്ട, റിസ്ക് എടുക്കണ്ട, മരുന്ന് കൊടുക്കുക, അവൾക്കിങ്ങനെ വരുന്നത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, ഈ മരുന്ന് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞു. അപ്പം നിർത്തിയ മരുന്ന് പിന്നെയും കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു സങ്കടത്തിലായിരുന്നു. പിന്നെ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പുറത്ത് പോവുക എന്നുള്ളതാണ് കേട്ടോ. കാറിൽ പുറത്ത് കറങ്ങാൻ പോകുന്ന കാര്യം അവൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം നമ്മൾ പുറത്ത് വെച്ചാൽ ചർച്ചിൽ പോയി. അപ്പോൾ പോകാൻ നേരത്ത് ഭയങ്കര ടയേർഡ് ക്ഷീണമൊക്കെ ആയിരുന്നു. കാരണം ഇത് കഴിഞ്ഞിട്ട് ഛർദ്ദിക്കും കേട്ടോ, അല്ല മൈഗ്രീൻ കണക്കെ അവിടെയേ. അപ്പോൾ അവളെ വീൽചെയർ ഇരുത്തേക്കോട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവളെ ഛർദ്ദിക്കും കേട്ടോ. അപ്പോൾ ഛർദ്ദിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ അതിൻ്റെയും കൂടെ ക്ഷീണമായിരുന്നു. അപ്പോൾ പോകാൻ പറ്റുമെന്ന് ഡൗട്ടായിരുന്നു. പിന്നെ വോമിറ്റിങ്ങിൻ്റെ മരുന്നൊക്കെ കൊടുത്ത് കുറച്ച് ഫുഡൊക്കെ കൊടുത്തിട്ടാട്ടോ ഞങ്ങൾ കൊണ്ടുപോയത്. അങ്ങനെ ഞങ്ങൾ പോയി ചർച്ചിലൊക്കെ പോയി പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞിട്ട് ഒരു ഹോട്ടലിൽ കയറി അവൾക്ക് ഇഡ്ഡലി വാങ്ങിക്കൊടുത്തു കേട്ടോ. ഇഡ്ഡലി വാങ്ങിക്കൊടുത്ത് കുറച്ച് സന്തോഷിപ്പിച്ച് ചിരിപ്പിച്ച് പാർക്കിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടൊക്കെ കയറി വന്നപ്പോഴത്തേക്ക് ആളിച്ചിരി ഉഷാറായിട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അവൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പോകുന്ന നേരത്തെ ഇവിടെ പറഞ്ഞ് മോളെ ടാറ്റ കൊണ്ടുപോകാൻ മോൾക്ക് ഡ്രസ്സ് മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പുറത്ത് പോയി. പക്ഷെ അന്ന് നമ്മൾ ഉച്ച കഴിഞ്ഞു പുറത്ത് ചർച്ചിൽ പോകാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഡ്രസ്സ് മേടിച്ചു കൊടുക്കാൻ പുറത്ത് പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പിന്നെയും പോയി അവൾക്ക് ഷൂ ഉടുപ്പൊക്കെ മേടിക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മൾ ഓൺലൈനിൽ കിട്ടുന്നതിന് ഡ്രസ്സിന് അതിൻ്റെ ഡബിൾ വിലയാട്ടോ പുറത്ത്. പിന്നെ അവൾക്ക് ഒരു ബൂട്ട്സ് ഷൂസ് വാങ്ങണമെന്നാണ് വിചാരിച്ച് പോയത്. പക്ഷേ ബൂട്ട്സ് കിട്ടിയില്ല. അപ്പം അവൾക്കുടെ സൈസിനില്ലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ഒരു ദിവസം വരാമെന്നും പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ഓർഡർ കൊടുത്തിട്ട് തിരിച്ചു വന്നു. പിന്നെ അച്ഛൻ പറഞ്ഞു നമുക്ക് വേറൊരു കടയിൽ പോയിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ മേടിക്കാൻ മോളേന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ചു പോരുന്നു. മിയമോളും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ സാറ്റർഡേ പോയി. അവൾക്കന്ന് സ്കൂളുണ്ടായിരുന്നു. പിന്നെ അവളോട് ഉണ്ടെങ്കിൽ ഇവൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ അങ്ങനെ അവളെയും കൂടെ വിളിച്ച് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ അന്ന് പുറത്തൊക്കെ പോയിട്ട് വന്നു കേട്ടോ. അങ്ങനെ സന്തോഷമായിട്ട് വന്നു. ഇപ്പോൾ കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. വേറെ വിശേഷമൊന്നുമില്ല. കുറേ നാളായാലും ലോങ് വീഡിയോ ഇട്ടിട്ട്, അതുകൊണ്ട് ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് വന്നേ കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരും ഞങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. എപ്പോഴും പറഞ്ഞാൽ ബോറായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയാതെ. നിങ്ങൾ അറിഞ്ഞും കണ്ടൊക്കെ ചെയ്തേക്കണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇവിടുത്തെ വിശേഷമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പോയിട്ട് വന്നു. ഇന്നലെ ഞങ്ങൾക്ക് മീൻ കിട്ടിയായിരുന്നു. നോയമ്പ് എടുത്തില്ല കേട്ടോ. നോയമ്പ് എടുക്കണം. അപ്പോൾ ആദ്യം നോയമ്പെങ്കിലും എടുക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ മീൻകറി വെച്ചു. അപ്പോൾ ഈ പയർ അങ്ങനെ 2-3 ദിവസമായിട്ട് ഫ്രിഡ്ജിലിരുന്നിട്ട് ഇങ്ങനെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുമെങ്കിൽ പിന്നെ ആ പയർ തോരൻ അങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് അരിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ വാഷിംഗ് മെഷീനിൽ ഇവിടെ ഛർദ്ദിച്ച് വോമിറ്റിങ് ചെയ്യുന്നതിൻ്റെ തുണികളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ മെഷീനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ചൂട് നല്ലതായിട്ട് തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു സിഗ്നലായിട്ടാണോ അവൾക്ക് ഇങ്ങനെ സുഖമില്ലാണ്ട് വന്നതെന്ന് എനിക്ക് ഡൗട്ടില്ലാതില്ല കേട്ടോ. കാരണം അവൾക്ക് ചൂട് പറ്റത്തില്ലല്ലോ. ആകുമോളേ ഉള്ള പയറെല്ലാം കേടായിപ്പോയി. അപ്പോൾ ചൂട് അവൾക്ക് ഒട്ടും പറ്റില്ല കേട്ടോ. ചൂട് അയിലത്ത് വന്നാൽ മതി, അതൊക്കെ ആയിപ്പോയി അവൾക്ക്. ചൂട് അങ്ങോട്ട് തുടങ്ങിയില്ല, അതിനും അവൾക്ക് സുഖമില്ലാണ്ടായി. അതുകൊണ്ട് എനിക്കൊരു പേടിയായി ഈ ചൂട് തുടങ്ങുമ്പോൾ. ഇത്രയും നാൾ വലിയ കുഴപ്പമില്ല, നല്ല കാലാവസ്ഥയും തണുപ്പൊക്കെ ആയിരുന്നു.
അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഈ ചൂട് തുടങ്ങിയോണ്ട് അതുമല്ല ഇപ്രാവശ്യം നല്ല ചൂടാണെന്നാണ് പറയുന്നില്ല. ചോദിച്ച് പറയുന്നത് കേട്ട് ഇവിടെ എന്താ ചൂടിൻ്റെ തരംഗമോ എന്തോ പറഞ്ഞു ചേച്ചി, തരംഗമൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് കേട്ട്. എൻ്റെ ദൈവം എങ്ങനെ പിടിച്ചു വെക്കും. പിന്നെ വെള്ളത്തിന് പ്രോബ്ലം വരില്ലേന്നൊരു പേടി. വെള്ളത്തിന് പ്രോബ്ലം വന്നാൽ പിന്നെ അതിലും കഷ്ടമാവും. അങ്ങനെ ഇരിക്കുന്നു. പിന്നെ നോക്കാം ആവട്ടെ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇത്തിരി സ്റ്റിഫ്നെസ് കൂടിയിട്ടുണ്ട്. ഇത്തിരി എന്ന് രാത്രിയിലൊക്കെ എണ്ണ തേച്ച് മസാജ് ചെയ്യും കേട്ടോ. മസാജ് എക്സസൈസൊക്കെ ചെയ്യും കേട്ടോ രാത്രി കിടക്കുന്നതിന് മുമ്പിട്ട്. കാരണം ഉറക്കത്തിന് പ്രശ്നം ഉണ്ടായണ്ടേ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇത്തിരി സ്റ്റിഫ്നെസ് കൂടുതലുണ്ട്. അപ്പോൾ ഇനി ഇത്തിരി കൂടുതൽ നേരം മസാജ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോഴൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാട്ടോ വീഡിയോ എടുക്കാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ ആ സംഗതിയൊക്കെ എടുത്ത് വെച്ച് റെഡിയാക്കേണ്ടതൊക്കെ വരും. രാത്രി തിരക്ക് ഉറങ്ങാനുള്ള ധൃതിയിലാകുമ്പം പിന്നെ അതുകൊണ്ടാട്ടോ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാത്ത. മിക്കവാറും എല്ലാവർക്കും എക്സസൈസിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ. എല്ലാം യൂട്യൂബിൽ കിട്ടൂല. ഞാൻ യൂട്യൂബിൽ നോക്കിയാട്ടോ ചില ഡോക്ടേഴ്സൊക്കെ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യുന്ന ഇതിൽ കാണുമല്ലോ. അങ്ങനെ ഞാൻ തന്നെ ചെയ്യുന്നുണ്ട്. എണ്ണ മസാജ്, ഓയിൽ മസാജിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ മോള് സുഖമായിട്ടിരിക്കുന്നു. അപ്പം മോൾക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടൊക്കെ വന്നേ കേട്ടോ. ദൈവകൃപയാൽ പ്രാർത്ഥന കൊണ്ട് മാത്രം കേട്ടോ. അപ്പം നല്ല ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോഴേ ഇതിങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു ബേജാറായി. ഇവരുടെ അച്ഛക്കാട്ടോ ഭയങ്കര ടെൻഷൻ. പുള്ളിക്ക് ഭയങ്കര ടെൻഷനാണ് ഇവർക്ക് എന്തൊക്കെ വന്നു കഴിഞ്ഞു. ഇവക്കെന്നല്ല അവൾക്ക് വന്നാലും സെയിം തന്നെ. അപ്പോൾ പുള്ളിക്ക് പേടിയായിട്ടാണ് പിന്നെ മരുന്ന് കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്തു. ദൈവമേ ഇനി വരലേന്ന് നിങ്ങളും പ്രാർത്ഥിക്കണേ മൂക്ക് വേണ്ടിയിട്ട്. പിന്നെ പ്രത്യേകിച്ച് വേറെ വിശേഷമൊന്നുമില്ല. അത് കഴിഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു. മിയാമോക്ക് ഇപ്പോൾ പരീക്ഷ സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഇപ്പം ഇത് ലാസ്റ്റ് എക്സാമ്. അവൾ 2ാം ക്ലാസ്സിലാണല്ലോ. അപ്പം ലാസ്റ്റത്തെ എക്സാം ഒരു മാസം കേട്ടോ അവൾക്ക് എക്സാം. അവൾക്ക് ഓറലുണ്ട്, റൈറ്റിംഗ് ഉണ്ട്. എന്താണോ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന്. അപ്പം ഞാൻ ആഴ്ചയെടുത്ത് പറയുന്നത് ആഴ്ചയുടെ നീയും കൂടെ കുറച്ച് പഠിക്കടിയെന്ന്. അപ്പോൾ അവൾക്ക് ഒരു കൂട്ടാവുമല്ലോ. അല്ലേ ആകുമോളെ? എന്താ ഒരു പന്നപ്പയറിൻ്റെ അല്ല കേട്ടോ, എൻ്റെ മിസ്റ്റേക്കാട്ടോ. പയറിൻ്റെ അല്ല, പയർ മേടിച്ച് ഇത്രയും ദിവസം ആയല്ലോ. അപ്പം പിന്നെ എന്താ ആകുട്ടിക്ക് സ്കൂളിൽ പോകണ്ടേ? അടുത്ത വർഷം ആകുട്ടിക്ക് സ്കൂളിൽ പോണം. ആകുമോളെ അവളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. എനിക്ക് ബായ്. ഞാൻ കുഞ്ഞിനെയും കൂടെ കാണിച്ചു തരാം കേട്ടോ. ആകാശേ അമ്മയുടെ ആവശ്യമോൾ എന്തിയേ? വാതൊന്ന് കാണിക്കുന്നു. അമ്മയുടെ ആവശ്യമോൾ എന്തിയേ? ഹായ് പറഞ്ഞു. എല്ലാവർക്കും ഹായ് പറഞ്ഞേ. എല്ലാവർക്കും മോളെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചേ. കൈയൊക്കെ ഒന്ന് നേരെ വെക്കടോ. ഓടോ ഹായ് പറഞ്ഞേ. ഹായ് ആവശ്യമുടെ കൂട്ടുകാർക്ക് എല്ലാവരും ആവശ്യമുള്ള ഹായ് പറഞ്ഞേ. ഒന്നും മിണ്ടുന്നില്ലേ? കണ്ടോ, ഇവള് മിണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ എടുത്തത്. മിണ്ടാന്ന് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. ഹായ് പറ. വാ മാത്രമേ വന്നുള്ളൂ, സൗണ്ട് വന്നില്ല. ഹായ് എന്ന് പറഞ്ഞേ. ഹായ്. എന്ത് പരീക്ഷണമാണിത്. ഹായ് പറഞ്ഞേ മുത്തേ. ഹായ്. കുഞ്ഞ് പൊട്ടൊന്നും ഇട്ടില്ലേ? അല്ലെ കുഞ്ഞിനെ പൊട്ടൊക്കെ ഇടണം കിടത്തിയിട്ട്. അല്ലേ മുത്തേ? പൊട്ടൊക്കെ ഇടണ്ടേ? കുളിക്കണ്ടേ? സുന്ദരിക്കുട്ടിയാവണ്ടേ? അല്ലേ തന്നെ എൻ്റെ പൊന്നോട് സുന്ദരിക്കുട്ടിയാണല്ലോ അല്ലേ? എനിക്ക് ബായ് പറഞ്ഞേ. ഞങ്ങൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ചുട്ടി സുഖമായിട്ടിരിക്കുന്നു. ബായ് പറഞ്ഞേ. ബായ് പറ മുത്താരിയെ. ബായ്.